നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ വിശാൽ, പാമ്പിനെ കണ്ടോ? അതവിടെ ഉണ്ടോ? അത് ജനാല വഴി പുറത്തേക്ക് പോയി. പോകുന്ന ഞാൻ കണ്ടു. ജാസ്മിൻ പേടിക്കാതിരിക്കെ. ഞാൻ ഏതെങ്കിലും ജോലിക്കാരെ പറഞ്ഞേച്ച് അതിനെ ഇവിടുന്ന് തുരത്തി ഓടിക്കാം. ശരി ശരി, എന്തായാലും അത് മുറിന്ന് ഇറങ്ങി പോയല്ലോ. സമാധാനമായി. നീ എന്തടി എന്നിങ്ങനെ നോക്കുന്നേ? അല്ല, ജാസ്മിൻ പാമ്പിനെ കണ്ട ഉടനെ നിന്റെ നടുവേദനയൊക്കെ പമ്പ കടന്നോ? അത് ചോദിക്കാനുണ്ടോ ഗാർഗി? അവളുടെ നടുവേദന മാറിയതുകൊണ്ടല്ലേ അവൾ ഈ പടിക്കെട്ട് ഓടി ഇറങ്ങി താഴേക്ക് വന്നത്. ജാസ്മിൻ, നിനക്ക് സന്തോഷമായല്ലോ. നടുവെടുക്കാൻ വയ്യാത്തോണ്ട് അമേരിക്കയിലേക്ക് പോവാൻ പറ്റാത്തതിന്റെ വിഷമത്തിലായിരുന്നില്ലേ നീ? ഇനിയിപ്പോ നാളെ തന്നെ നിനക്ക് അമേരിക്കയിലേക്ക് പറക്കാലോ. അല്ല ജാസ്മിൻ, പാമ്പിനെ കണ്ടതും നിന്റെ നടുവേദന എങ്ങനെയാ മാറിയത്? ഒട്ടും എഴുന്നേക്കാൻ വയ്യാതെ കിടന്നിരുന്ന നീ പെട്ടെന്ന് എഴുന്നേറ്റത് ഒരു വലിയ അത്ഭുതമായി പോയി മോളെ. അത് പിന്നെ ഡോക്ടർ തന്നെ മരുന്ന് കഴിച്ചതുകൊണ്ടും പാമ്പിനെ കണ്ട് പേടിച്ചതുകൊണ്ടും പിന്നെ പാമ്പ് എന്നെ കടിച്ചാ ഞാൻ ചത്തുപോവല്ലോ എന്നുള്ള ചിന്ത കൊണ്ടും അങ്ങനെയെല്ലാം കൊണ്ടും പെട്ടെന്ന് എനിക്കൊരു പുതിയ ശക്തി കിട്ടി. അപ്പം ഞാൻ എന്റെ വേദനയ്ക്ക് അങ്ങ് മറന്നു. നടുവിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചത് പോലും ഇല്ല. പിന്നെ പെട്ടെന്ന് എനിക്ക് താഴേക്ക് അങ്ങ് ഓടി. ഇപ്പൊ ഗാർഗി ചോദിച്ചപ്പോഴാ നടുവിന്റെ വേദനയുടെ കാര്യം തന്നെ ഞാൻ ഓർക്കുന്നത്. അമ്മ പറഞ്ഞതുപോലെ തന്നെ ഇത് ഭയങ്കര അത്ഭുതം തന്നെ അല്ലേ? അല്ലേ ആന്റി? അതെ അതെ, ഒരു മഹാ അത്ഭുതം തന്നെ. ഹോ, ഇത് ദൈവത്തിന്റെ അനുഗ്രഹം തന്നെ. നല്ല അനുഗ്രഹം. ഏതായാലും എന്റെ മോൾ ആഗ്രഹിച്ചതുപോലെ തന്നെ പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോകാൻ പറ്റുമല്ലോ. ഇവൾ ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവളിത് എന്തറിഞ്ഞിട്ടാ ഈ കിടന്ന് പുലമ്പുന്നത്? എന്തായാലും യാത്ര ക്യാൻസൽ ചെയ്യേണ്ടി വന്നില്ലല്ലോ, അത് നന്നായി. ജാസ്മിൻ, നാളെ ഉച്ചയ്ക്കാ നിന്റെ ഫ്ലൈറ്റ്. പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കോ. എല്ലാ പ്ലാനും പൊളിയാണല്ലോ. ആ പാമ്പിന് വന്ന് കയറാൻ കണ്ടൊരു നേരം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.